പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രണം നടന്നതായാണ് പോലീസിന്റെ നിഗമനം. കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, എപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുക? ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന എല്ലാം തന്നെ രാവിലെയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി പ്രാഥമികമായ അന്വേഷണങ്ങൾ മാത്രമാണ് നടത്തിയത്. ഇന്ന് രാവിലെ മുതലാണ് മറ്റ് തുടർ നടപടികളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടിയും അതുപോലെ തന്നെ ഫോറൻസിക് സംഘം എത്തി വിശദമായ പരിശോധന തന്നെ നടത്തുക. കാരണം കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വലിയ രീതിയിലുള്ള വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം ഈ കടയും ഒപ്പം തന്നെ ഈ പരിസരവുമായൊക്കെ തന്നെ പരിചയമുള്ള ആളുകളായിരിക്കും ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കാരണം ഈ തിരക്ക് കുറവുള്ള ഒരു സമയമാണ് ഇത്തരത്തിൽ ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയുണ്ട്. അദ്ദേഹം കയ്യിൽ നേരത്തെ പൈസ കരുതുന്ന ആളാണ് എന്ന് തന്നെയാണ് ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം പൈസ ഒന്നും തന്നെ ഇല്ല. ഈ കഴുത്തിലെ മാലയും കാണാനില്ല. അതോടുകൂടി തന്നെ ഈ കടയിലെ വലിപ്പിലുണ്ടായിരുന്ന പണവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ മോഷണ ശ്രമം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിലധികം ആളുകൾ ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനമുണ്ട്. കാരണം ഇദ്ദേഹം ഇത്തിരി അദ്ദേഹം 70 വയസ്സോളം പ്രായമുള്ള ആളാണെങ്കിലും അദ്ദേഹം ആരോഗ്യവാനായിരുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനാവില്ല എന്നുള്ളത്. 2 കൈകാലുകളും ബന്ധിച്ച് അവസ്ഥയിലായിരുന്നു. വായിൽ തുണി തിരികിയ സ്ഥിതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് ഈ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സാധിക്കില്ല. പോലീസ് ആളുകൾ ഈ മോഷണ ശ്രമത്തിന്റെ പിന്നിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിഗമനം. അതോടൊപ്പം തന്നെ ഈ കടയിൽ CCTV ഉണ്ട്. ആ CCTV ഹാർഡ് ഡിസ്ക് അടക്കം എടുത്തുകൊണ്ടുപോയി. അത്രത്തോളം ആസൂത്രിതമായി, അതായത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ബോധമുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ 2 പത്തനംതിട്ട DSP നന്ദകുമാറും അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ക്രൈംബ്രാഞ്ച് DSPയും ഈ അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ കീഴിലാണ് അന്വേഷണം നടക്കുക. കാരണം ഇതിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്താൻ എന്തായാലും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ ജോർജിന്റെ ചെറുമകൻ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനായി ഇവിടെ എത്തിയപ്പോഴാണ് വായിൽ തുണി തിരികിയ നിലയിൽ 2 കൈകാലുകൾ ബന്ധിച്ച അവസ്ഥയിൽ ജോർജിനെ കാണുന്നത്. ഉടൻ തന്നെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചെങ്കിലും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും കടയിലെ സ്വർണം, കടയിലെ പണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വർണ്ണമാല ഒക്കെ തന്നെ നഷ്ടമായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ദിവ്യ, മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുക. കൊലപാതകം ആസൂത്രിതം തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.